എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിൽക്കുക എല്ലാവർക്കും വീണ്ടും സ്വാഗതം. യെസ്, അതാണ്. അപ്പൊ പുതിയൊരു ദിവസം പുതിയൊരു തുടക്കം. ഞാനും അമ്മൂട്ടി വീണ്ടും വന്നിരിക്കുകയാണ്. അമ്മൂട്ടി പറഞ്ഞോളൂ, എന്താണ് ഇന്നത്തെ പരിപാടി പറഞ്ഞോളൂ. 30 സെക്കൻഡ് മൂവി ചലഞ്ച് ആണ് ഗയ്സ്. യെസ്, ഈ 30 സെക്കൻഡ് മൂവി ചലഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ കിടിലൻ ടാസ്ക് ആണ് കേട്ടോ. ഇതിനകത്ത് എങ്ങനെയാണെന്ന് അറിയാം അമ്മൂട്ടി, അതായത് 30 സെക്കൻഡ് തരും. ഈ 30 സെക്കൻഡ് കൊണ്ട് നമ്മൾ കുറച്ച് ബൗളിൽ കുറച്ചധികം മലയാള സിനിമകൾ എഴുതിയിട്ടുണ്ടാവും. ആ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ആ 30 സെക്കൻഡ് നമുക്ക് സംസാരിക്കാം. നിർത്താതെ സംസാരിച്ച് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ ആ 30 സെക്കൻഡിനുള്ളില് ആ സിനിമ ഏതെന്ന് ഐഡന്റിഫൈ ചെയ്യണം. സോ ഇതാണ് 30 സെക്കൻഡ് മൂവി ചലഞ്ച്. പക്ഷേ ബുദ്ധിയുള്ളവന് വേഗം കണ്ടുപിടിക്കുക അല്ലെ. അപ്പൊ നീ കണ്ടുപിടിക്കില്ല, കുറച്ചൊക്കെ അറിവൊക്കെ കണ്ടത് ഓർമ്മയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. അപ്പൊ ഇവള് കണ്ടുപിടിക്കില്ലെന്ന് ഉറപ്പായി. എനിവേ, അപ്പൊ നമ്മുടെ ഇന്നത്തെ വ്ലോഗ് കാണാൻ വേണ്ടി വന്ന നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാരും നമുക്ക് വേഗം ചെയ്ത് തരാൻ വേണ്ടി. അപ്പൊ ഇന്നത്തെ നമ്മുടെ 30 സെക്കൻഡ് മൂവി വ്ലോഗ് ചലഞ്ച് കാണാൻ വേണ്ടി വന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. സോ നമ്മുടെ ബൗളിൽ കുറച്ചധികം ഫിലിംസ് റെഡിയാണ്, അതുപോലെ തന്നെ ടൈമർ റെഡിയാണ്. ഇനി ആരാണ് റെഡിയാണ്ടത്? നമ്മളാണ്. അതെന്താ എപ്പോഴും എന്നെയാണ് ഗൈസ് ഇവള് കൊണ്ടുപോയി പെടുത്തുന്നത്. ഞാൻ ബൗളിൽ നിന്ന് ഒരു ഫിലിം എടുക്കാൻ വേണ്ടി പോവാണ്. ഞാൻ ഒരെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് കിട്ടിയേക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് കേട്ടോ. പറയാനോ? ഇതിനകത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 പേരുണ്ട്. 3 പേരും കട്ട കൂട്ടുകാരാണ്. ഈ കൂട്ടുകാർ തമ്മില് നാട്ടിലും വീട്ടിലും എല്ലാം ഫുൾ ഇടിയാണ്. ഇതൊക്കെ ഇടിയെന്ന് പറഞ്ഞ കണ്ടുപിടിച്ചതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ എടുത്തോളൂ. 19 സെക്കൻഡ് കൊണ്ട് ഇവള് കണ്ടുപിടിച്ചേട്ടോ. അപ്പൊ നമ്മൾ റീസെറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പൊ അടുത്തത് അമ്മൂട്ടി എടുക്കാൻ വേണ്ടി പോവാണ്. അവർക്ക് കാണത്തില്ലേലും നീ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും. ടൈമർ തുടങ്ങാൻ വേണ്ടി പോണേ. 19 സെക്കൻഡ് കൊണ്ട് ഇവള് കണ്ടുപിടിച്ച. അപ്പൊ അതിന് മുന്നേ ഞാൻ കണ്ടുപിടിക്കാൻ വേണ്ടി സ്റ്റാർട്ട്. ഇതിൽ നായകനും പട്ടിയുണ്ട്. അവര് പട്ടീനെ വെച്ചിട്ടാണ് അവർ കൂടുതൽ ഇതിലേക്ക് എത്തുന്നത്. നായകൻ എത്തുന്നത് പട്ടീനെ കൊണ്ടാണ്. ഇത് റിംഗ് മാസ്റ്റർ അല്ല, പട്ടി വെച്ചിട്ടുള്ള സിനിമ. രണ്ടുപേർക്ക് ഞാനും വെറും 24 സെക്കൻഡ് കൊണ്ട് കണ്ടുപിടിച്ചിരിക്കുകയാണ്. അടുത്ത ഞാൻ എടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാവുന്ന സാധനമാണ്, പക്ഷെ കുറച്ച് ടഫ് ആയിട്ട് മഴ വരുന്നുണ്ട്. ലൈറ്റിംഗ് ഒക്കെ മാറി വരുന്നുണ്ട്. അപ്പൊ എനിക്ക് അടുത്ത് കിട്ടിയിട്ടുണ്ട്. ദൈവമേ, ഇതെങ്ങനെയാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്കൂളിലൊക്കെ പഠിപ്പിക്കുന്ന ഒരു സബ്ജക്ട് ആണ്. ആ സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഈ സിനിമ ഉള്ളത്. സിനിമയിൽ ആള് നോട്ട്ബുക്കും ഒന്നുമല്ല. ഈ സിനിമയിൽ അവൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ ആശാരിപ്പണിയാണ്. ആശാരിപ്പണിയെടുത്ത് അച്ഛൻ ആവും. അങ്ങനെ ഒരു പെണ്ണ് ആൺവേഷം കെട്ടി വരും, അങ്ങനെ പ്രണയിക്കും. അങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെയാണ് അവൻ കടന്നു പോകുന്നത്. പക്ഷെ നല്ലൊരു മലയോരത്താണ് അവന്റെ വീടൊക്കെ ഉള്ളത്. പറഞ്ഞു പെണ്ണ് ആൺവേഷം കെട്ടി അവന്റെ 30 സെക്കൻഡിനുള്ളിൽ സെറ്റ് ആക്കി കേട്ടോ. ഓ, ഞാൻ പറഞ്ഞു ഒപ്പിക്കാൻ പറ്റും. പറഞ്ഞിട്ട് മനസ്സിലായില്ലായിരുന്നു. ഓക്കെ, പഴയ സിനിമ ആയതുകൊണ്ട് കുറച്ച് ഓർത്തെടുക്കാൻ കുറച്ച് പ്രയാസം. അടുത്തെടുത്തോളൂ. ഞാൻ എടുത്തിരിക്കുകയാണ് ഗൈസ്. ഏതാണ്? ഞാൻ എടുത്തിരിക്കാം. ഏകദേശം ഒരു പുതിയ സിനിമയാണ്. പിന്നെ അതില് ഒരു കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി സ്വർണം എടുത്ത് പിന്നെ സ്വർണത്തിന്റെ പുറകെ പോയി 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 അവസാനം അത് സ്വർണ്ണം പുതിയ സിനിമ എന്നൊക്കെ പറഞ്ഞാല് നമുക്കറിയാം. ഒരു 20 സെക്കൻഡ് കൊണ്ട് ഞാൻ കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഞാൻ എടുക്കാൻ വേണ്ടി പോരാ കേട്ടോ. അതാ ഇതാണ് കേട്ടോ നമ്മുടെ അടുത്ത നെക്സ്റ്റ് വളരെ രസമുള്ളൊരു സംഭവമാണ്. ഈ സിനിമ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മകന് ഒരുപാട് നാള് കാണാതിരിക്കുന്ന ഒരു സിനിമയാണ്. കാണാതെ കിട്ടുന്നതിനനുസരിച്ച് മകൻ വീട്ടിൽ വരും. മകനെ കാണാതെ വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു കിട്ടി വീട്ടിൽ വന്നതിന് ശേഷം മകൻ നാട്ടുകാരുടെ എല്ലാം മുണ്ട് പറിക്കലാണ് മകന്റെ പരിപാടി. 19 സെക്കൻഡ് കൊണ്ട് വീണ്ടും അമ്മൂട്ടി കണ്ടുപിടിച്ചിരിക്കുകയാണ്. അമ്മൂട്ടി എടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. വേഗം അടിച്ചിരിക്കുകയാണ്. ഓക്കെ, ടൈമർ സ്റ്റാർട്ട് നൗ. ഇതിൽ രണ്ട് നായകന്മാരുണ്ട്. നായകന്മാർ ഒരു പെണ്ണിന്റെ പുറകെ പോകലാണ് പണി. ഒരു കേസ് അന്വേഷണത്തിന് വേണ്ടി പോകലാണ്. ഇതാണ് മെയിൻ കഥ. അവസാനം നായകനും നായികയ്ക്ക് വേണ്ടി അടികൂടുന്ന സീനാണ് ഇതിൽ കൂടുതൽ ചിത്രീകരിച്ചിരിക്കുന്നത്. കിട്ടിയില്ല? ഇതില് ഈ സിനിമയില്
ഒരു ഫിലിമില് നായകൻ 2 നായകന്മാരുണ്ട്. നായകന്മാര് കിട്ടിയില്ല. ഇനി ഞാൻ എന്ത് തരും? നായികയുടെ പുറകെ പോകുന്ന സിനിമ ഇതാണ്. നായികയുടെ പുറകെ കേസ് ഒരു അന്വേഷണത്തിന് വേണ്ടി ഹരികൃഷ്ണൻസ് ആണ്. കേസന്വേഷണം വക്കീലന്മാരെന്ന് പറഞ്ഞാൽ കേസ് അന്വേഷണം എന്ന് പറയുമ്പോഴത്തേന് എനിക്കത് അത്ര കിട്ടിയില്ല. വക്കീലന്മാരെന്ന് പറയുന്നത് പെട്ടെന്ന് കിട്ടിപ്പോയാല് ഞാൻ വേറെ ഏതൊക്കെയോ സിനിമകളിലേക്ക് പോയി. കുഞ്ചാക്കോ ബോബന്റെ ദിലീപിന്റെ സിനിമയിലേക്കൊക്കെ പോയി കൈവിട്ട് പോയി കഴിച്ചു. അപ്പൊ ഒരെണ്ണം എനിക്ക് മിസ്സായിരിക്കുകയാണ്. നെക്സ്റ്റ് ഞാൻ എടുക്കാൻ വേണ്ടി പോകണം കേട്ടോ. ഓക്കെ ഈ സിനിമയില് നായകൻ ജയിലും ഒരു ചെറിയ കൊലപാതകം ചെയ്തിട്ട് പുറത്തേക്ക് വന്നതാണ്. പുറത്തേക്ക് വന്നതിന് ശേഷം പഴയ കാമുകിയെ കാണാൻ വേണ്ടി പോവാണ്. കാമുകിന്റെ അടുത്ത് ചെന്നപ്പോഴത്തേന് കാമുകി നായകനെ ഭയങ്കരമായിട്ട് അവോയ്ഡ് ചെയ്യുന്നു, ഭയങ്കരമായിട്ട് വിഷമിപ്പിക്കുന്നു. അങ്ങനെ നായകൻ എപ്പോഴും ഒരു തൊപ്പിയൊക്കെ കയ്യിലുണ്ട്. അവസാനം ഈ നായിക തന്നെ നായകനെ അങ്ങ് കുറ്റം പറഞ്ഞ് അവളെ പോലീസിന്റെ കയ്യിൽ അവനെ ഏൽപ്പിക്കുകയാണ്. അവസാനം അവനെ പോലീസുകാർ പിടിച്ച് ടിഷും വെടിവെച്ച് കൊല്ലും. നായകൻ മരിക്കുന്നുണ്ട്. ഇതാണ് ഇങ്ങനെ ഒരു സിനിമയുണ്ട്. പക്ഷെ ഭയങ്കര എന്താണ് പറയുന്നത്, നായകൻ ഭയങ്കര വിഷമമായിട്ടാണ് സംഭവിക്കുന്നത്. 30 സെക്കൻഡ് മായാനദി. എനിക്ക് തോന്നി ഇവർക്ക് ഇത് കിട്ടത്തില്ല. അത് നെക്സ്റ്റ് അമ്മൂട്ടി എടുത്തോളൂ. അമ്മൂട്ടിയുടെ അടുത്താണ്. അപ്പൊ രണ്ടുപേരും മിസ് ചെയ്തിട്ടുണ്ട്. റെഡി? അമ്മൂട്ടി എടുത്തോ? റെഡി? എടുത്തോ. ഏകദേശം ഒരു പുതിയ സിനിമയാണ്. കുറെ കൂട്ടുകാർ കൂടിയിട്ടുള്ള സിനിമയാണ്. ഇതിലൊരു ഗുഹയ്ക്ക് വീഴുന്നതാണ്. അത് കണ്ടാലേ കേട്ടാലേ അറിയത്തില്ല. ഈ കുഴി കുറച്ചധികം കൂട്ടുകാര് കുഴി ഇത് രണ്ടും അറിഞ്ഞാൽ നമ്മൾ എന്താണ് പറയുക, മഞ്ഞുമൽ ബോയ്സ്. സോ അപ്പൊ വെറും 10 സെക്കൻഡ് കൊണ്ട് നമ്മൾ കണ്ടുപിടിച്ചു. അടുത്ത ആരാണ്? ഞാനല്ലേ എടുക്കണേ? ഓ സോറി. ഓക്കെ, നെക്സ്റ്റ് എടുക്കാൻ വേണ്ടി പോവാണേ. റെഡി? എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ടൈം ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈ സിനിമയിൽ നായകൻ ഒരു കോളേജിലേക്ക് കടന്നു ചെല്ലുകയാണ്. കോളേജ് എന്ന് പറഞ്ഞാൽ കോളേജ്. ഈ കോളേജിലാണെങ്കിൽ ഫുൾ ഗേൾസ് ആണ്. ആ ഗേൾസ് പഠിക്കുന്ന കോളേജിൽ ഒരു സ്റ്റുഡന്റ് ബോയ് ആയിട്ടുള്ളൂ. അത് ഇവരാണ്. ഇവരെല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെ പൊക്കി എടുത്തോണ്ട് അവിടെ എന്നിട്ട് ഒരു പെണ്ണിനെ ഭയങ്കരമായിട്ട് പ്രണയിക്കും. ആ പെണ്ണാണ് ആ കോളേജിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. അവസാനം 30 സെക്കൻഡ് ചോക്ലേറ്റ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും മനസ്സിലായി. ചോക്ലേറ്റ് നശിപ്പിച്ച് കളഞ്ഞു കേട്ടോ. വളരെ ഈസി ആയിട്ടുള്ള സംഭവമായിരുന്നു ഇവിടെ നശിപ്പിച്ച് കളഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് ഫസ്റ്റ്. സോ അടുത്ത് അമ്മൂട്ടി എടുത്തിട്ടുണ്ട്. അടുത്തെടുത്തോ. ഓക്കെ, ഞാൻ എടുത്തിരിക്കുകയാണ്. ഓക്കെ, ടൈം സ്റ്റാർട്ട് നൗ. ഇതില് ഒരു നിധിയല്ല, ഒരു പ്രതിമയ്ക്ക് വേണ്ടി സിനിമ നട പുറകെ അല്ല, സിനിമ അവന്റെ പ്രതിമ നായിക എടുത്തിട്ട് പോയി ആ പ്രതിമയുടെ പുറകെ നായിക പോകുന്ന സീനാണ് കൂടുതൽ. ഇതില് ട്രെയിനാണ് കൂടുതൽ ഇത് വരുന്നത്. ട്രെയിനുണ്ട്. ഏകദേശം നായകന്മാര് എല്ലാം ഉള്ള സിനിമയാണിത്. എന്നിട്ട് കിട്ടുന്നില്ല. ഇതില് ഒരു ശരിക്കും കൊറേ കോമഡി പടം ഉണ്ട്, കോമഡി സീനുണ്ട് ഇതില്. 30 സെക്കൻഡ്. ഓ മൈ ഗോഡ്, ഇതിനകത്ത് എന്തെല്ലാം നിനക്ക് കുത്തിച്ചേർക്കാമായിരുന്നു. പ്രതിമയും മാലയും എന്തെല്ലാം എന്നെ നശിപ്പിച്ചു. എനിക്ക് വിഷമം കൊണ്ടിരിക്കാൻ രണ്ടുപേരും മിസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അടുത്ത ഞാൻ എടുക്കാൻ വേണ്ടി പോകണം കേട്ടോ. ഇതാ പിടിച്ചോ, ടൈമർ വെച്ചോളൂ. ബിസി ഗൈസ്. അപ്പൊ എന്റേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ, 2 കൂട്ടുകാർ. ഇവര് ചേട്ടനും അനിയനൊന്നും അല്ല, പക്ഷെ ഇവര് പണ്ട് ഒരു ഭയങ്കര സ്നേഹത്തിലാണ്. അപ്പൊ അതിനകത്ത് ഒരുത്തൻ വേറൊരു പെണ്ണിനെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവന് വേണ്ടിയിട്ട് ആ പെണ്ണ് ചെറുപ്പം തൊട്ട് കാത്തിരിക്കുകയാണ്. ഒരു മുട്ടായി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് അല്ല അണ്ണൻ തമ്മില അവന് ഭയങ്കര ഇഷ്ടമാണ്. അവസാനം വേറൊരു പെണ്ണോട് ഇവരുടെ ജീവിതത്തിലേക്ക് വരും. അങ്ങനെ ഈ പെണ്ണും ആ പെണ്ണും എല്ലാം കൂടെ തിരിഞ്ഞു പോകും. കയറി വന്ന പെണ്ണ് നേരത്തെ ഉള്ളവനുമായിട്ട് ഇഷ്ടപ്പെടും, പുതിയ പെണ്ണ് മറ്റവനുമായിട്ട് ഇഷ്ടപ്പെടും. അങ്ങനെ ഫുൾ ഇടി വീണാകുമ്പോഴത്തേക്ക് കൂടെ വേറെ ഒരുത്തം വരും. അവനെ അവന്റെ പെങ്ങളെ സ്നേഹിക്കും. അങ്ങനെ ലാസ്റ്റ് എല്ലാരും കൂടെ ഒന്നാവുന്ന ഒരു സിനിമയാണ്.
30 സെക്കൻഡ് കഴിഞ്ഞ് തെങ്കാശി പട്ടണം. തെങ്കാശി പട്ടണത്തിന്റെ സ്റ്റോറിയാണ് ഞാൻ ഒറ്റയടിക്ക് 30 സെക്കൻഡ് കൊണ്ട് പറഞ്ഞു തീർത്തത്. മൈ ഗോഡ്, മമ്മൂട്ടിയുടെ ലാസ്റ്റ് ചാൻസ് ആണ്. ടൈം സ്റ്റാർട്ട്. ഇതിലെന്ന് പറഞ്ഞത് നായകന് വലിയൊരു സംഭവം കിട്ടുന്നതാണ്. വലിയ സംഭവം. എന്ത് സംഭവം എന്ന് വെച്ചാല് അവൻ എന്ത് ചെയ്താലും അത് സാധിക്കും. അത്രയും ശക്തിയുണ്ട് അവന്. പിന്നെ നായകൻ വലിയ ബസ്സൊക്കെ പിടിച്ച് നിർത്തുന്നതൊക്കെ വലിയ സംഭവം കിട്ടുന്ന പറഞ്ഞത് എനിക്ക് ഇവിടെ കറക്റ്റ് മിന്നൽ എന്ന് പറയാത്ത കാര്യം കേട്ടോ. മിന്നൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൺഫ്യൂഷൻ ആവും. ലാസ്റ്റ് വൺ ആണ്, നമ്മുടെ ലാസ്റ്റ് മൂവിയാണ് കേട്ടോ. ലാസ്റ്റ് മൂവി എടുത്തിരിക്കുകയാണ്. ഓക്കെ, ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങ് തമിഴ്നാട്ടിൽ നടക്കുന്ന ഒരു സംഭവമാണ്. അപ്പൊ ഇവൻ അവിടെ ചെന്ന് കഴിഞ്ഞത്തിന് ഒരു സ്ഥലക്കച്ചവടത്തിന് വേണ്ടി പോവാണ്. ഈ സ്ഥലക്കച്ചവടത്തിന് പോകുമ്പോഴത്തേന് ടൈമർ വെച്ചിട്ടുണ്ടായിരുന്നില്ല അല്ലെ? ഓക്കെ, ഇവർക്ക് നമുക്ക് സമയമൊന്നും ഓക്കെ, ഒരു തമിഴ്നാട്ടിൽ പോവാണ്. തമിഴ്നാട്ടിൽ പോയിട്ട് സ്ഥലക്കച്ചവടം നടത്താൻ വേണ്ടി പോവാണ്. അവിടെ ചെന്നപ്പോ തന്നെ അവിടെ ഒരു പെണ്ണിനുമായിട്ട് സ്നേഹത്തിലാണ്. ആ പെണ്ണിനെ സ്നേഹത്തിലായിട്ട് അവിടെ പെണ്ണെ കെട്ടാൻ വേണ്ടിയിട്ട് നോക്കുമ്പോഴത്തേന് പെണ്ണിനെ കെട്ടാൻ പറ്റത്തില്ല. കാരണം അവിടെ നിന്ന് വലിയൊരു ഗുണ്ടയ്ക്ക് ആ പെണ്ണിനോട് പ്രേമമാണ്. ഗുണ്ട ആ പെണ്ണിന്റെ ഒരു മാമനാണ്. അങ്ങനെ സ്ഥലക്കച്ചവടം നടക്കാതെ വരുമ്പോഴത്തേന് ഇവര് തമ്മിൽ അടിയാവും. അങ്ങനെ ഭയങ്കര പ്രശ്നത്തിലാവും. അല്ലല്ല, ഇതിന് കുറച്ച് കൂട്ടുകാരൊക്കെ ഉണ്ട്. അവരെ കുറച്ച് കൂട്ടുകാരൊക്കെ ഉണ്ട്. ഈ കൂട്ടുകാർ ഇവന്റെ കൂടെയുള്ള പാർട്ട്നേഴ്സ് ആണ്. പാർട്ട്നേഴ്സിനും പണി കിട്ടും, ഇവരും പണി കിട്ടും. മൊത്തത്തിൽ പണി കിട്ടുന്ന ഒരു സിനിമയാണ്. പക്ഷെ തീർന്നു പണിയല്ല, ഇത് പാണ്ടിപ്പടയാണ് സിനിമ. മോളെ പാണ്ടിപ്പട സിനിമയുടെ ഫുൾ സ്റ്റോറി ഞാൻ ഏകദേശം 30 സെക്കൻഡ് പറഞ്ഞുള്ളൂ. പക്ഷേ കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. അങ്ങനെയാണ് നമ്മുടെ 30 സെക്കൻഡ് മൂവി ചാലഞ്ച്. അടിപൊളിയായിരുന്നു. ഞങ്ങൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. പക്ഷെ ഞങ്ങളെക്കാളും കൂടുതൽ ഓപ്പോസിറ്റ് മഴ എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അമ്മാതിരി മഴയായിരുന്നു നമ്മൾ ഷൂട്ട് ചെയ്തോണ്ടിരുന്നപ്പോഴത്തേന്. എനിവേ, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് ഇരിക്കുക. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ടിന്നിൽ അടിച്ചിട്ട് പോവാ. അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നവരെ നിങ്ങൾ കൂടെ തന്നെ ഇരിക്കുക. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എല്ലാവർക്കും വീണ്ടും കാണുന്നവരെ ബൈ.